ഇബ്നു തൈമിയ തൗബ ചെയ്തിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയയുടെ തന്നെ കൈപ്പടയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? ഇനി ഇബ്നു തൈമിയ വെളുപ്പിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ? ഇപ്പൊ തന്നെ നോക്കുമ്പോഴേക്ക് പ്രശ്നമൊന്നുമില്ല പേരോടിന്റെ വാദത്തിൽ. കാരണം ഒക്കെ ഇങ്ങനെ ശരിയാക്കി കൊടുന്ന് ഇങ്ങനെ അവിടെ കുളിപ്പിച്ച് വെച്ചതാ. ഇനി പൈൻ്റ് അടിക്കാനേ ഉള്ളൂ. അതിനാണ് എന്ത് പറഞ്ഞേ? പിന്നെ ഇനിയിപ്പോ മൂപ്പരെ കുറച്ച് പല വാദങ്ങളൊക്കെ ഉണ്ട് എന്നല്ലേ പറയുന്നേ. പറയുന്ന വാദങ്ങളിൽ നിന്ന് ഇബ്നു തൈമിയ തൗബ ചെയ്തിട്ടുണ്ടെന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അവിടുത്തെ അദ്ദുററുൽ കാമിനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദുററുൽ കാമിന എന്ന ഈ കിതാബ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഗ്രന്ഥമാണ്. വാള്യങ്ങളുള്ള ചരിത്ര കിതാബാണ്. ഇതിൽ ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്നാ പറയുന്നത്. അതോടുകൂടി പിന്നെ അയാൾക്ക് എന്താ പ്രശ്നം? തൗബ ചെയ്തു എന്ന് സ്ഥിരപ്പെട്ടാൽ ആദ്യം തന്നെ ഉറപ്പില്ല. പിന്നെ തൗബയും കൂടി ആയാലോ? അത്തായിബു മിനദ് ദംബി കമല്ലാ ദംബ ലഹു എന്നല്ലേ? തൗബ ചെയ്താ പിന്നെ ആൾ ശുദ്ധമായില്ലേ? ആള് വെളുത്തു പാറിപ്പോകും. അത്രയും ഉസാറാക്കാനാണ് തൗബയിൽ കൊണ്ടുവച്ചത്. നിങ്ങൾ നോക്ക്, അവിടെയാണ് ഞങ്ങള് നാലാമത്തെ വിഷയം തൗബയാണ്. തൗബ ചെയ്തു എന്ന് അഹ്ലുസുന്നയുടെ ഒരു ഇമാമും പറഞ്ഞില്ല. ഇയാളാണ് ഫിറ്റാക്കിയിട്ട് പറഞ്ഞു തൗബ ചെയ്തു എന്ന് കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇബ്നു തൈമിയ. അപ്പൊ നേരത്തെ പറഞ്ഞതോ അതൊന്നും കൈപ്പടയിലല്ല. ഇത് കൈപ്പടയിൽ കയ്യെഴുത്ത് കോപ്പിയാണ്. അത് വേറൊരു നുണയാട്ടോ, പച്ച നുണയാണ്. ഇതിനിടെ ഇബ്നു തൈമിയന്റെ കൈപ്പട. ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് ഒരാൾ വേറെ ആൾക്ക് കത്തെഴുതാണ്. കത്തെഴുതുമ്പോ ആ ആൾ എഴുതുകയാണ് ഇങ്ങനെ ഇബ്നു തൈമിയ എഴുതി തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. കൈപ്പടയിൽ ഉണ്ട് എന്ന് എഴുതിയതാ, അല്ലാതെ കൈപ്പടതിയിലുണ്ട് എന്നല്ല. ഇതിൽ ഇബ്നു തൈമിയന്റെ കയ്യെഴുത്ത് കോപ്പിയുണ്ടോ? അപ്പൊ ഇയാൾ എന്തൊരു മറിമായ നടത്തുന്ന? ഇബ്നു തൈമിയ കയ്യിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ തൗബന്റെ കാര്യത്തിൽ തീരുമാനമാണ്. മാത്രല്ല ഇയാൾ ഒന്നുകൂടി പറയാണ്, ഇബ്നു ഹജർ അസ്ഖലാനിയാണ് പറയുന്നത് എന്ത്? തൗബ ചെയ്തു എന്ന്. അസ്ഖലാനി ആണെങ്കിലോ ഒരാരോപണവും ഇല്ലാത്ത ആളാ. അയാൾ പറഞ്ഞ എന്തായാലും സ്വീകരിക്കാം. ഹൈത്തമി ആണെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തെ കുറിച്ച്, അയാളെ ഭാഷ ഞാൻ പറയാണ്, ഹൈത്തമി ഇമാമിനെ കുറിച്ച് അങ്ങനെ ചില ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെയല്ല അസ്ഖലാനി. പിന്നെ ഇബ്നു തൈമിയ ആണെങ്കിലോ അല്ലാഹനല്ലാതെ ഭയപ്പെടൂല എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ട്. അവിടെ ദഹബിന്റെ കൈപ്പട മൂപ്പർക്ക് ആവശ്യമില്ല. കാരണം മൂപ്പർക്ക് ആവശ്യമുള്ള ഭാഗമാണ്. അയാൾക്ക് എന്താ ചെയ്യേണ്ടി? ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് വരുത്തണം. തൗബ ചെയ്തു എന്ന് വരുത്തണമെങ്കിൽ എന്ത് വേണം? കൈപ്പടയിൽ കിട്ടിയെന്ന് പറയണം. ആ നുണ കാച്ചി കൈപ്പടയിൽ കിട്ടിയെന്നാക്കി. അല്ലാഹനല്ലാതെ ഭയപ്പെടൂല എന്ന് ദഹബി പറഞ്ഞിട്ടുണ്ട്. ദഹബി പറഞ്ഞതിന്റെ വൈരുദ്ധ്യമാണ്. കാരണം എന്താ? ദേഷ്യം പിടിച്ചാൽ പലതും വിളിച്ചു പറയുന്നത് ദഹബി തന്നെയല്ലേ പറഞ്ഞേ. ഇത് രണ്ടും കൂടി എങ്ങനെ ഉണ്ടാകുക? അപ്പൊ അത് വേറൊന്ന്. പിന്നെ ഇബ്നു ഹജർ ഹൈത്തമിയെ അങ്ങോട്ട് തള്ളി. എത്ര പ്രശ്ന വന്നത്! ഇതിനൊക്കെ മറുപടി പറയ്. ഇന്നലെ എന്നിട്ട് ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് 6 മണിക്കൂർ വാഴ. ആരാ ഇബ്നു ഹജർ എന്നറിയുമോ? ജനനം തന്നെ കറാമത്ത് കൊണ്ടാണ്. ആ കറാമത്തൊക്കെ പറ്റൂലേ? എടങ്ങാറായതിന് ഉള്ളിന്ന് കുത്തങ്ങ വന്നതാ. നിൽക്കൂലട്ടോ നോണ. ഈ പിന്നെ ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ടേ ചുക്കുവെള്ളം കുടിച്ചുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഒറ്റ വഴിയുണ്ട്. എന്ത്? ഞാൻ പറഞ്ഞത് അബദ്ധമായി പോയി, നിരുപാധികം തിരുത്തുന്നു. ഇത് പറഞ്ഞാൽ ഈ വിഷയം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഈ വിഷയം അല്ലാതെ അയാളെ മറ്റു വിഷയമല്ല. പക്ഷെ അതിന് വേറൊരു പേരോട് ജനിക്കേണ്ടി വരും. കാരണം അഹങ്കാരത്തിന്റെ മര അയാള്. അതല്ലേ പ്രകാശനീയലുണ്ടായത് നിങ്ങൾക്ക് ഓർമ്മല്ലേ? കണ്ണാടി ഉണ്ടായത് ഓർമ്മല്ലേ? ഇതേ കളിയാ കളിക്കണം. തൗബയാണ് ഇവിടുത്തെ മെയിൻ വിഷയം. തൗബ ചെയ്തു എന്ന് AP സമസ്ത നിലപാട് പറയും. കുറെ ഇരിക്കണില്ലേ മുശാവറ എന്ന് പറഞ്ഞിട്ട്? തൗബ ചെയ്തോ ഇല്ലേ? സുലൈമാൻ മൗലവി അടക്കണ്ട, ബാക്കിയുള്ളവരെ കൂട്ടിക്കോളിങ്ങള്. മറുപടി പറയും. ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് പേരോട് പറഞ്ഞ് സ്ഥിരീകരിക്കാൻ ഏതെങ്കിലും ഒരു മുശാവറ അംഗത്തിന് കഴിയൂ? ഇയാള് പറയാന്നിട്ട് നമ്മൾ പറഞ്ഞത് ആരും ഏറ്റുപിടിക്കണില്ല.
അതേ സമയത്ത് ഇവൽ എന്തൊക്കെ പാട്ടാ പാടണ്, അതിനെതിരെ പ്രതികരിക്കാൻ ഒരു മൊയിലേരും വരുന്നില്ല. അന്തള്ള ആരെങ്കിലും വരുമോ അതിനെതിരെ പ്രതികരിക്കാൻ? ഞാൻ അതിലേക്ക് വരാം. ഇയാൾ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ പറയണമെന്നാ. കേട്ടോളൂ തൗബ നമുക്കൊന്ന് കേൾക്കാം. وكتبه أحمد بن تيمية ثم أشهدوا عليه أنه تاب مما ينافي ذلك مختارا. അങ്ങനെ നേരത്തെ അതിനെതിരായിട്ട് അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞു പോയതോ എഴുതിപ്പോയതോ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം അദ്ദേഹം തൗബ ചെയ്തു എന്നതിന് അവർ സാക്ഷികളെയും നിർത്തി. മുഖ്താറൻ, ആരും നിർബന്ധിച്ചിട്ടൊന്നല്ല, യഥേഷ്ടം തന്നെ. وذلك في خامس عشر ربيع الأول سنة 707. അങ്ങനെ 707 കൊല്ലത്തിലാണത്. അങ്ങനെ وشهد عليه بذلك جمع من العلماء وغيرهم. ധാരാളം പണ്ഡിതന്മാരും ഒരുപാട് ആളുകളും അതിനവിടെ സാക്ഷി നിന്നു. വസക്കനൽ ഹാൽ, അങ്ങനെ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വിവാദവും പ്രശ്നവും അദ്ദേഹത്തെ ജയിലടക്കിയ പ്രശ്നവും ഒക്കെ അതോടുകൂടി അടങ്ങുകയും ചെയ്തു. വൗഫുരിജ അൻഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശ്നമൊക്കെ അദ്ദേഹത്തിനും പരിഹരിക്കപ്പെട്ടു. വസക്കനൽ ഖാഹിറ, അദ്ദേഹം കൈറോവിൽ പിന്നെ താമസിക്കുകയും ചെയ്തു. ഇതിപ്പോ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഈ പറഞ്ഞതിലെ 3 വിഷയമെടുക്കി. ഒന്ന്, ഇബ്നു തൈമിയ തൗബ ചെയ്തു. 2, അത് ഇബ്നു തൈമിയയുടെ കൈപ്പടയിൽ എഴുതി കൊടുത്തു. 3, അതോടെ വിഷയം സമാധാനമായി, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ഈ 3 വിഷയം ഈ ഒറ്റ നമ്മൾ കേട്ട ക്ലിപ്പിൽ പേരോട് പറയുന്നുണ്ട്. അതിന്റെ അപ്പുറപ്പുറങ്ങൾ വെക്കി ഇതിനെതിരുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 വിഷയത്തിൽ ഞങ്ങൾ പറയട്ടെ, തൗബ ചെയ്തു എന്ന വാദം ഉലമാ അംഗീകരിക്കുന്നില്ലെന്നല്ല, അത് അയാൾ നിർബന്ധിതനായി എടങ്ങാറായി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് രേഖപ്പെടുത്തി അയിമ്മത്ത് മുഴുവനും. അതിന്റെ രേഖയുണ്ട്. കാരണം എന്താ, ഈ സംഭവം തൗബ ചെയ്തു പറഞ്ഞ സംഭവം ഏത് വർഷ? 707. ഇയാൾ മരിക്കുന്നതോ 728. ഇബ്നു തൈമിയ മരിക്കുന്നത്. അപ്പൊ 7 വർഷം 20 വർഷം പൂർണ്ണമായിട്ട് പിന്നെ ഇബ്നു തൈമിയ ജീവിച്ചു. ആ ജീവിച്ച കാലത്ത് അതാണ് അയാളുടെ കാലം. ആ 20 കാലമായിരുന്നു അയാളെ ഏറ്റവും പ്രശ്നമുള്ള കാലം. ആ കാലത്താണ് ഇബ്നു അബ്ദുൽ ഹാദിയും വഹബിയും ഇബ്നു കസീറൊക്കെ ശിഷ്യന്മാരായ ഇബ്നുൽ ഖയ്യിമും അവരൊക്കെ വേണ്ടാത്ത മുഴുവൻ ആശയവും ഇബ്നു തൈമിയയിൽ നിന്ന് പഠിച്ചത് ഈ കാലയളവിലാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ആൾ തൗബ ചെയ്തിട്ടില്ല. മാത്രല്ല ഇബ്നു അബ്ദുൽ വഹാബും ഈ പറഞ്ഞ ആളുകളൊക്കെ ഇയാളെ ആശയങ്ങൾ എടുത്തുകൊണ്ടുവരുന്ന ഈ 20 കൊല്ലത്തെ ആശയാണ്. അപ്പൊ പിന്നെ അയാൾ ഒന്നുകിൽ ആ കത്തെഴുതിയ കത്തന്നെ തെറ്റി. ചരിത്രം നിൽക്കെ അസ്കലാനി ഉദ്ധരിച്ചിട്ടുണ്ടാവും, ആധികാരിക അതിനില്ല. ഇനി അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും അയാളുടെ വാദത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചു, കിതാബ് എഴുതി. അയാൾ പിന്നെയും ജയിലിലായി 4 തവണ. അയാൾ മരിച്ചത് തന്നെ ജയിലിൽ നിന്ന്. പിന്നെങ്ങനെ അവിടെ ആ അവസ്ഥ ശാന്തമായി എന്ന് പറഞ്ഞ്? മാത്രമല്ല ലഹബി അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഇബ്നു തൈമിയയുടെ ചരിത്രം എഴുതിയപ്പോ അങ്ങനെ ഒരു സംഭവം ആരും രേഖപ്പെടുത്തിയില്ല. ഇതൊക്കെ ആർക്കാ അറിയാത്തത്? ഇനി അതിന്റെ തൊട്ട് ശേഷം എന്താ? അയാൾ ഇസ്തിഗാസക്കെതിരെ വാദിച്ചുകൊണ്ടേയിരുന്നു, മശായിഖിനെതിരെ അയാൾ വാദിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ കാരണത്താൽ അയാൾ വീണ്ടും ജയിലിലെത്തി. അപ്പൊ 3 തട്ടിപ്പ് ഒറ്റയെടുക്കുന്ന നടത്തുകയാണ്. എന്നിട്ട് അയാൾ അതിനെ സ്ഥിരീകരിക്കാട്ടോ. ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് ഇതിനെ സ്ഥിരീകരിക്കുന്നു. കേട്ടോളൂ, ബാക്കിയും കൂടി വിടും. അദ്ദേഹം എഴുതി ഒപ്പിട്ട് കൊടുത്താണ്. അദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഹാഫിദുൽ ദഹബിയും മറ്റു പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, അല്ലാഹനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. അപ്പൊ അദ്ദേഹം ഇത് എഴുതി ഒപ്പിട്ടിട്ടില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിന് വിരുദ്ധമായ ആശയം നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട്. അത് അദ്ദേഹം ആദ്യം എഴുതി പിന്നെ തൗബ ചെയ്തതോ, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെയും അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും അങ്ങനെ പറഞ്ഞതോ, ഇതൊന്നും നമ്മൾ നോക്കണ്ടില്ല. അല്ല, അള്ളാഹ് നോക്കണ്ടിയല്ലേ? നമ്മക്ക് അതിന്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. നമ്മളെ ഡ്യൂട്ടി എന്താണ്? അദ്ദേഹം അശ്അരി മദ്ഹബ് അംഗീകരിച്ചതായി എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് കളവ് ഉദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു.
ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തെ ഇകഴ്ത്തി താഴ്ത്തണം എന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല. ഇബ്നു ഹൈത്തമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിന്റെ ആരോപണം പറയാറുണ്ട്. ഇബ്നു അസ്ഖലാനിയെ സംബന്ധിച്ച് അങ്ങനെ ആരും ഒരാരോപണം ഇന്ന് വരെ. ഇതൊക്കെ അങ്ങോട്ട് ലഘുവായി പറഞ്ഞ് വിടുന്ന ആളാ വിചാരിച്ചില്ലേ? അതൊന്നും ഞങ്ങൾ ഇവിടെയുള്ള കാലത്ത് നടക്കൂല പേരോടെ. എന്നിട്ട് അകത്തിറച്ചിക്ക് തട്ടുമ്പോഴേ ക്ലിപ്പ് തട്ടിപ്പ് നടത്തുകയാണ്. ഈ പറഞ്ഞല്ലേ അത്? ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ ജിന്ന് വന്ന് പറഞ്ഞതാ. എന്തായാലും പറഞ്ഞ് അല്ലാഹനല്ലാതെ ഇബ്നു തൈമിയ ഭയക്കൂലെന്ന് ദഹബി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം പേരോണ്ടുണ്ടോ? എന്തിനാ അതവിടെ ഉദ്ധരിച്ച്? അല്ലാഹനല്ലാതെ ഭയപ്പെടൂല എന്ന് വലിയന്റെ അടയാളാ. ഇബ്നു തൈമിയ അല്ലാഹനെ തന്നെ പേടിച്ചില്ല. കള്ളത്തരം ദഹബി എഴുതി വെച്ചതാ. ആ ദഹബിയുടെ ബാക്കി ആൾ ഉദ്ധരിച്ചു. എന്തിനുദ്ധരിച്ചു? ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്ന് വരുത്താൻ. കൈപ്പടയിൽ എഴുതി, കൈപ്പടയിൽ എഴുതിയത് വേറെ ആൾ എഴുതിയതാ. അപ്പൊ പേരോട് കൈപ്പടയിൽ എഴുതിയെന്ന് ഞാൻ എഴുതിയാൽ അതിന്റെ കൈപ്പടയാവുള്ളൂ. അതും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? പിന്നെ പറഞ്ഞു അസ്ഖലാനി ഇമാം കളവൊന്നും പറയൂല. ഇതെന്തിനാ പറയണേ? തൗബനെ സ്ഥിരീകരിക്കാൻ. ഈ തൗബ സ്ഥിരീകരണമാണ് ഇവിടുത്തെ പ്രശ്നം. തൗബ ചെയ്തിട്ടില്ല അയാള്. അതാ പകരം ഉസ്താദ് പറഞ്ഞത് ഉഡായിപ്പാണ്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പറയാണ്. ഏതുപോലെ? ഞാൻ പറഞ്ഞതില്ല ഉദാഹരണം. മജീദ് മുസ്ലിയാർ പറഞ്ഞില്ലേ എന്ത്? ഞാൻ ഇത് പിൻവലിക്കുന്നു. പിൻവലിക്കുന്നത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്, വേറെ ആരും പറഞ്ഞിട്ടല്ല. അച്ചമ്പത്തയത്തിലും കൂടി ഇല്ല. അതാണ് മുഖ്താറൻ യഥേഷ്ടം. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ ഇത് വിടലാണ്. പിന്നെ 20 കൊല്ലം ജീവിച്ച ഇബ്നു തൈമിയ അതിനെതിരാ പ്രവർത്തിച്ചത്. അപ്പൊ തൗബ ചെയ്തു എന്ന് പറഞ്ഞതാ പേരോടെ പ്രശ്നം. അതിനെ സ്ഥിരീകരിക്കാനാണ് എന്ത് പറഞ്ഞ് ഇബ്നു തൈമിയ അല്ലാതെ ഭയപ്പെടൂല എന്ന് പറഞ്ഞത്. അബദ്ധമാണത്. അതിനെ സ്ഥിരീകരിക്കാനാണ് അസ്ഖലാനി ഇമാം കളവ് പറയുന്ന ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്. അതേ സമയത്ത് ഇബ്നു ഹജർ തങ്ങളെ കുറിച്ച് അങ്ങനെ ആരോപണമുണ്ട് എന്നും പറഞ്ഞു. വിടോ ഞങ്ങള്. ഇതെത്ര വലിയ വിഷയമാണ്. AP സമസ്തന്റെ വലിയ നേതാവല്ലേ ഈ പറയുന്നത്. ഇബ്നു തൈമിയ തൗബ ചെയ്തു എന്നും അയാളെ കിതാബിലുള്ളതിൽ ഉറപ്പില്ല എന്നും പറഞ്ഞാൽ പിന്നെ എന്ത്? ഇബ്നു തൈമിയക്ക് എന്താ പ്രശ്നം? മൗലൂദ് കഴിക്കണ്ടെങ്കിലോ? അവന്റെ നേർച്ചെന്ന് കഴിക്കണ്ടേ? എന്നിട്ട് ഈ വായിച്ചതിലൊന്നും ഒരു പ്രശ്നവുമില്ലല്ലേ? വാഴക്കാടെന്താ തൗബനെ കുറിച്ച് പറഞ്ഞു ഞങ്ങള്? ആ തൗബ നിർബന്ധിപ്പിച്ചപ്പോൾ ചെയ്തതാണ്, തൗബയല്ല എന്ന് ഇമാം സുബ്കി പറഞ്ഞിട്ടുണ്ട്. പലരിനോട് വിളിച്ചു ചോദിച്ചു സുബ്കി ഇമാം എവിടെ പറഞ്ഞത്? കുറ്റ്യാടിക്ക് വിളിച്ചു ചോദിച്ചാളി ഒച്ചങ്ങായി പറഞ്ഞതാ. വെച്ചോടുക്ക് പഴയ കളിപ്പ്. ഇബ്നു തൈമിയെ അനുകൂലിച്ചുകൊണ്ട് വല്ല പണ്ഡിതന്മാരും എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ കാര്യം. ഇയാൾ ഞാൻ ആ പിഴച്ചവാദത്തിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു, ഞാൻ ഒരിക്കലും അല്ലാഹു സിംഹാസനത്തിന്റെ മുകളിലാണ് എന്ന് പറയുന്നില്ല, അതിന്റെ അർത്ഥം നമുക്ക് റഹ്മാനുള്ളതിന്റെ അർത്ഥം നമുക്ക് അറിയില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്ന് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. എപ്പോ സമ്മതിച്ചിട്ടുണ്ട്? ഫീ ഖാമിസി അശറ റബീഉൽ അവ്വൽ സനത 707 ഹിജ്റ 777 റബീഉൽ അവ്വൽ 15ാമത്തെ ദിവസം. വസഹിദ അലൈഹി ബിദാലിക ജംഉൻ മിനൽ ഉലമാഇ വഗൈരിഹിം, ഒരുപാട് പണ്ഡിതന്മാരെ സാക്ഷിയായിട്ടുണ്ട്. അപ്പൊ അയാൾ അതിലൊക്കെ തൗബ ചെയ്ത ആളല്ലേ എന്ന് മനസ്സിലാക്കി പിൽക്കാലത്തുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ എതിർക്കാതിരുന്നിട്ടുണ്ട്. അയാളെ വാദം അയാൾ അങ്ങനെ തന്നെ മൂടി വെച്ചതാണ് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പണ്ഡിതന്മാരുടെ മുമ്പിൽ എന്ന് ബോധ്യപ്പെട്ടവരാണ് ഇമാം സുബ്കിയെ പോലുള്ളവർ. അവർ കഠിനമായി എതിർത്തിട്ടുണ്ട്. ഇവരാണ് എതിർക്കേണ്ടത്. കാരണം ലൈവായി അപ്പുറത്തുള്ള ആളാണ് ഇമാം സുബ്കി. ഇബ്നു തൈമിയ ഒരു വശത്തുണ്ടാവുമ്പോ സുബ്കി ഇമാം നേരെ അപ്പുറത്തുണ്ട്. ഏതുപോലെ പേരോടിപ്പോ തൗബ ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അറിയല ആരായിരിക്കും? നമ്മളായിരിക്കും അല്ലേ? പേരോടിപ്പോ തൗബ ചെയ്താൽ, കാരണം തൗബ ചെയ്യണമെങ്കിൽ തന്നെ എവിടെ വരണം? കുരുവട്ടൂരിൽ വരണം. തൗബ ആകണമെങ്കിൽ തന്നെ മശായിഖിന്റെ സമീപത്ത് വരണം. അങ്ങനെ തൗബ ചെയ്താൽ നമ്മളല്ലേ ആദ്യം, പിന്നെ നമ്മളെ കുറിച്ച് പറയോ? ഇതുപോലെ നേരെ ഇബ്നു തൈമിയന്റെ ഓപ്പോസിറ്റിലുള്ള ആളാണ് ഇമാം സുബ്കി. സുബ്കി ഇമാമിന്റെ ഉസ്താദ് ദഹബി. ദഹബിന്റെ വീക്ഷണത്തിൽ മശായിഖിന്റെ അടുത്ത് പോകാൻ പാടില്ല എന്നാണ്. ദഹബി ഉസ്താദാണ് സുബ്കി ഇമാമിന്റെ. സുബ്കി ഇമാം കിതാബ് എഴുതി, വഹുവ ശൈഖുനാ വമുഅല്ലിമുനാ. ദഹബി നമ്മുടെ ഉസ്താദാണ്, മുഅല്ലിമാണ്, അധ്യാപകനാണ്. പക്ഷേ ഗൈറ അന്നൽ ഹഖ്ഖ അഹഖു അൻ യുത്തബഅ,
ഹക്കാണ് പിന്തുടരപ്പെടേണ്ടത്. അതുകൊണ്ട് ഉസ്താദിനെ കൊണ്ട് പറഞ്ഞാലും ഉസ്താദിനെ കൊണ്ട് പറയിപ്പിച്ചാലും ഹക്കിന്റെ അപ്പുറത്ത് ഒരു ഉസ്താദുമില്ല എന്ന് പഠിപ്പിച്ച ഇമാമാണ് ഇമാം സുബ്കി. വലിയ മാതൃകയല്ലേ ഇമാം സുബ്കി തങ്ങൾ. ഇബ്നു തൈമിയ തൗബ ചെയ്തിരുന്നുവെങ്കിൽ ഇമാം സുബ്കി എഴുതുമോ ശിഫാഉസ് സഖാം, എഴുതുമോ അസ്സൈഫുസ് സഖീൽ, എഴുതുമോ അസ്സൈഫുൽ മസ്ലൂൽ? അപ്പൊ ഉഡായിപ്പാന്ന് മനസ്സിലാക്കാൻ അതാ പേരോട് അന്ന് പറഞ്ഞ് ഇബ്നു തൈമിയുടെ സമകാലികരായ ഇമാം സുബ്കിയെ പോലെയുള്ളവർ അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അയാൾ നിർബന്ധിതാവസ്ഥയിൽ പറഞ്ഞതാണ്. എന്തിന് വാഴക്കാട്ടേക്കൊക്കെ പോണം? ഇതേ BKF കൊണ്ടോട്ടി എല്ലാ ഷെറിന്റെയും അടിസ്ഥാന കേന്ദ്രം. അന്ന് തന്നെ മടവൂർ ശൈഖിനെ പറഞ്ഞു ആ സംഭവം അവിടെ വേണ്ടാന്ന്, ഉള്ളത് നല്ലോണം നോക്കിയാൽ മതി, വലിയ ഹദറത്ത് അവിടെ ഉണ്ട്, ഓലെന്നെ എഴുതി വെച്ചാണ്. നിങ്ങൾ നോക്ക്, അവിടെ നടന്ന 3 വർഷം മുമ്പുള്ളിൽ തന്നെ ഈ തൗബ ശരിയല്ല എന്നാണ് ചർച്ചയിൽ ഇതേപോലത്തെ മറ്റൊരു ചർച്ചയിൽ പറയുന്നത്. അങ്ങോട്ട് കൽപ്പിച്ചു കൊടുക്ക്. മുഅ്തദി എന്ന ഗ്രന്ഥം രണ്ടും ലഭ്യമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം, ഇബ്നു തൈമിയയുടെ തൗബയും അതിനെ അംഗീകരിച്ച പണ്ഡിതന്മാരെ പേരുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം അവസാനമായി മരണപ്പെടുന്നത് ജയിലിൽ വെച്ചാണ്. പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ ആശയ സംബന്ധിയായ പ്രശ്നമുണ്ടായതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അതിൽ നിന്നും ആ തൗബയുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. മറ്റൊന്ന്, ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാർ ഉസ്താദവർകൾ മടങ്ങിയെന്നോ അല്ലെങ്കിൽ ഞങ്ങളും ഗുരുവിനെ പോലെ നേരത്തെയുള്ള ആശയത്തിൽ നിന്നും മടങ്ങിയെന്നോ പരാമർശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതായാലും ഇബ്നു തൈമിയയുടെ മറ്റൊരു വാദമാണ് നേരത്തെ ഏലംകുളം ഉസ്താദവർകൾ പറഞ്ഞതുപോലെ അതിന് സ്വീകാര്യതയില്ല. അതേ സ്ഥാപനത്തിലിരുന്ന് 3 കൊല്ലം മുമ്പ് പറഞ്ഞതാ, ഇപ്പൊ അത് തിരുത്തി. വളരെ പോയിന്റല്ലേ. ഈ തൗബയാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി അതൊക്കെ പോട്ടെ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങള് ഇതാ ഈ കിതാബ് ദുററുൽ കാമിന കാണാതിരിക്കും. ദുററുൽ കാമിന എഴുതിയ ആളാരാ? ഇബ്നു ഹജറുൽ അസ്ഖലാനി. അസ്ഖലാനി ഇമാമിന്റെ ശിഷ്യൻ സക്കരിയൽ അൻസാരി. സക്കരിയൽ അൻസാരി തങ്ങളെ ശിഷ്യൻ ഇബ്നു ഹജറുൽ ഹൈതമി. അപ്പൊ ഉസ്താദിന്റെ ഉസ്താദാണ് ആര്? ഇബ്നു ഹജറുൽ അസ്ഖലാനി. ഈ കിതാബ് ആദ്യം നമ്മൾ കാണുന്നതിന് മുമ്പ് ആരാ കാണുക? എഴുതിയ ആൾ എന്തായാലും കാണൂലേ, അസ്ഖലാനി ഇമാം. ശിഷ്യൻ സക്കരിയൽ അൻസാരി കാണൂലേ? ശിഷ്യന്റെ ശിഷ്യൻ ഇബ്നു ഹജർ തങ്ങൾ കാണൂലേ? ആ ഇബ്നു ഹജർ തങ്ങള് ഇബ്നു തൈമിയ എന്തെങ്കിലും ഒരു തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലോലിനും മുതില്ലാന്ന് എഴുതോ? അപ്പൊ ഇബ്നു ഹജറിനെ ഗണ്ണിക്കാനല്ലേ ആ അസ്ഖലാനി ഇമാമിന്റെ കിതാബ് വായിച്ചത്?